കാൽപ്പാടുകൾ എന്ന ചിത്രം KS ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകളിൽ മലയാളത്തിന് കിട്ടിയ ഏറ്റവും വലിയ വരദാനമായിരുന്ന ശബ്ദ സൗകുമാര്യത്തിൻ്റെ മലയാളികളുടെ അഹങ്കാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എല്ലാ മലയാളികളുടെയും യേശുദാസ് രംഗപ്രവേശം ചെയ്തത് കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലൂടെയാണ്. ഈ കാൽപ്പാടുകളിലൂടെ രംഗപ്രവേശനം ചെയ്തെങ്കിലും ആദ്യം റിലീസ് ചെയ്തത് ശ്രീകോവിൽ എന്ന സിനിമയിലായിരുന്നു. പക്ഷെ അതിലെ പാട്ടുകളൊന്നും അത്ര വലിയ ഹിറ്റായില്ല, പടവും ഒരു പരാജയമായിരുന്നു. പക്ഷേ ഈ KS ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ അത് ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ സ്വദേശി ചിത്രമായിരുന്നു. അപ്പോൾ ഗുരുവിൻ്റെ 4 വരികൾ പാടിക്കൊണ്ടാണ് യേശുദാസ് ആദ്യമായിട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ അതിനെ തന്നെ ഭാസ്കര മാസ്റ്റർ എഴുതിയ അറ്റൻഷൻ പെണ്ണെ എന്ന് തുടങ്ങുന്ന ഒരു അല്പം കോമഡി കലർന്ന ഒരു പ്രേമഗാനമാണ് പ്രശസ്ത ഗായിക ശാന്ത P നായർ ചേർന്ന് രുക്മഗാനം പാടി. അതാണ് ആദ്യം നമ്മൾ യേശുദാസിൻ്റെതായിട്ട് പുറത്തു വന്ന ആദ്യ ശബ്ദം. MB ശ്രീനിവാസ് ആയിരുന്നു ഇതിൻ്റെ സംഗീതം. അങ്ങനെ മലയാളത്തിൽ ഒരു മഹാനായ ഗായകനെ കൊണ്ടുവരുന്നൊരു ഭാസ്കര മാസ്റ്ററും ഒരു കാരണക്കാരനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചന പാടാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ഒരുപാട് കലാകാരന്മാരെ കൂടെ ചേർന്ന് പാട്ടുകൾ ചെയ്യാനും തൻ്റെ സംഭാവനകൾ മലയാള സിനിമാവതിക്ക് കാഴ്ചവെക്കാനും വ്യത്യസ്തങ്ങളായ പാട്ടുകളിലൂടെ ഭാസ്കര മാസ്റ്റർ എന്നും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പിന്നീടാണ് നമുക്ക് അദ്ദേഹം സംവിധാനം ചെയ്ത ഭാഗ്യജാതകം എന്നൊരു സിനിമ വരുന്നത്. ഭാഗ്യജാതകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാള സിനിമയിലെ അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വ്യത്യസ്ത വേഷങ്ങൾ അഭിനയിച്ച മലയാളത്തിലെ മഹാനടി ഷീല ആദ്യമായി മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഭാസ്കര മാസ്റ്റർ മുഖേനയാണ്. അദ്ദേഹം തൻ്റെ ഭാഗ്യജാതകം എന്ന സിനിമയിലേക്ക് ഒരു പുതിയ നായിക തിരക്കുമ്പോഴാണ് തൊട്ടടുത്ത ഫ്ലോറിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നാണ് കാണാൻ ചെല്ലുന്നത്. MGRൻ്റെ തന്നെ പാശം എന്ന സിനിമയിൽ അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ടപ്പം ഇഷ്ടമായി, അവരോട് അനുവാദം ചോദിക്കുകയും തൻ്റെ പുതിയ ചിത്രത്തിൽ സത്യൻ്റെ നായികയുമായിട്ട് അവരെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഭാസ്കര മാസ്റ്റർ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിലെ ഗാനങ്ങൾ നമുക്ക് ഏറെ സുപരിചിതമാണ്. ആദ്യത്തെ കൺമണി ആണായിരിക്കണം അച്ഛനെ പോലെ, അത് യേശുദാസും P ലീലയും കൂടി ചേർന്ന് പാടിയ ഗാനം ഇന്നും മലയാളികൾ ഏറ്റെടുത്ത് പാടുന്ന ഒരുക്കുമ ഗാനമാണ്. സത്യനും ഷീലയും അഭിനയിച്ച് P ഭാസ്കരൻ മാസ്റ്റർ ബാദലെ ടീമിലൂടെ പുറത്തു വന്ന ഗാനം മലയാളികൾ ഒരിക്കലും മറക്കാത്ത, അത് വീണ്ടും ഒരു അടുത്ത സിനിമയിൽ രായസേനൻ്റെ ഒരു സിനിമ റീമിക്സ് ചെയ്തിട്ടും പ്രശസ്തമായി വീണ്ടും ജനങ്ങൾ ഏറ്റ് പാടുകയും ചെയ്ത ഒരു ഗാനമാണ്. പിന്നീട് നമ്മൾ ഭാസ്കര മാസ്റ്ററിൻ്റെ ഒരു പ്രശസ്തമായ ഗാനമാണ് അത്. അന്യനാടുകളിൽ കഴിയുന്ന ഒരു മലയാളിയുടെ വികാര വിചാരങ്ങളെ ഇത്രയും മനോഹരം ചിത്രീകരിക്കുന്ന മറ്റൊരു ഗാനം ഉണ്ടോയെന്ന് പോലും അറിയില്ല. അതെല്ലാവർക്കും അറിയാം. ഒരു പട്ടാളക്കാരൻ്റെ വികാര വിചാരങ്ങളിലാണ് ഭാസ്കര മാസ്റ്റർ തൻ്റെ തൂലികയിലൂടെ മലയാളികൾക്ക് എത്തിച്ചത്. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടൊടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. അതെ, NN പിഷാരടി ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. അദ്ദേഹം ഒരു സാഹിത്യകാരനായിരുന്നു. സാഹിത്യം, കവിതകളൊക്കെ എഴുതിയിരുന്നു, റേഡിയോ നാടകങ്ങൾ എഴുതിയിരുന്നു. അദ്ദേഹമാണ് കേരളത്തിൽ നിഴൽ നാടകം എന്നൊരു രൂപകം
എന്നൊരു പ്രത്യേക കലാരൂപം തന്നെ സൃഷ്ടിച്ചത് നാരായണ പിഷാരടി എന്ന NN പിഷാരടിയുടെ ഒരു ആശയമായിരുന്നു അത്. അദ്ദേഹം തൃശ്ശൂരിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മദ്രാസിലേക്ക് സിനിമാ റൂമം കയറിപ്പോവുകയും അവിടെ നിന്ന് ചന്ദ്രധാര പിക്ചേഴ്സിൻ്റെ നാടോടികൾ എന്ന ചിത്രത്തിന് ചിത്രീകരണം നടക്കുകയായിരുന്നു. അങ്ങനെ ശോഭന പരമേശ്വരൻ അദ്ദേഹത്തിന് നേരത്തെ പരിചയമുണ്ടായിരുന്നു. ശോഭന പരമേശ്വരൻ നേരെ കാണുകയും ഈ ചിത്രത്തിൽ ഡയറക്ടർ രാമനാഥൻ്റെ അസിസ്റ്റൻ്റായിട്ട് കയറുകയും അങ്ങനെ സംവിധാനം പഠിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആ സഹജമായ മനോധർമ്മവും ആശയങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് പാറപ്പുറത്തിൻ്റെ ഒരു പട്ടാളക്കാരുടെ കഥയായിരുന്നു ഇണമണിഞ്ഞ കാൽപ്പാടുകൾ. ഒരുപക്ഷെ മലയാളത്തിൽ പുറത്തുവന്ന ആദ്യത്തെ പട്ടാളക്കാരുടെ കഥ ഇണമണിഞ്ഞ കാൽപ്പാടുകളായിരിക്കും. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലെ പ്രശസ്ത മഹാനടൻ മധു മലയാളികൾക്ക് തിയേറ്ററിലൂടെ കണ്ടത് നടനിലൂടെ മലയാളിയെ കണ്ടത് നിറമണിഞ്ഞ കാൽപ്പാടുകളിലൂടെയാണ്. കാരണം അദ്ദേഹം ആദ്യം അഭിനയിച്ചത് രാമു ഒക്കറ്റിയായിട്ട് സംവിധാനം ചെയ്ത മൂടുപടത്തിലൂടെയാണ്, എസ്കേപ്പറ്റൊക്കെയാണ് മൂടുപടം എന്നൊക്കെയാണ്. പക്ഷേ ആദ്യം നമ്മൾ കേരളീയർ പുറത്ത് വന്ന് റിലീസായ ചിത്രം നിറമണിഞ്ഞ കാൽപ്പാടുകളിലെ സ്റ്റീഫൻ എന്ന കഥാപാത്രത്തെയാണ്. സത്യൻ, അംബിക, ഷീല, പിന്നെ ഷീലയും ഷീലയുടെയും മനോഹരമായൊരു വേഷമാണ് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഈ മാമലകൾക്കപ്പുറത്ത് ഇന്നും കേരളീയ മനസ്സുകളിൽ മായാതെ നിൽക്കുന്ന ഒരു പിന്നെ പ്രവാസി മലയാളിയുടെ വിചാരങ്ങൾ അതീവ മനോഹരമായി പ്രതിഫലിക്കുന്ന ഒരു പാട്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്.